അഭിലാഷിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാൻ നോക്കി. അതായത് അഭിലാഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അഭിലാഷ് ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നത്? ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ കണ്ട ആളൊന്നുമല്ലല്ലോ. ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതേ ആളെ അല്ല ഞങ്ങളിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കാണുന്നത്. എന്ത് പറ്റി, എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അഭിലാഷിനെ കാര്യം മനസ്സിലായി. അതായത് ഇൻ്റർവ്യൂവിന് ഇവർ പലതും പറയുമല്ലോ, ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും, എന്ത് കണ്ടാലും ഞാൻ പ്രതികരിക്കും, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറയും. എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പറയുമല്ലോ. അപ്പോൾ അതിൽ നിന്നും വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഒട്ടും ഇനാക്റ്റീവായിട്ടാണല്ലോ അവിടെ അഭിലാഷ് നിൽക്കുന്നത്. ആദ്യ ആഴ്ചയിൽ അഭിലാഷ് അവിടെ കുറേ അധികം കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ പിന്നീടുള്ള ഒരാഴ്ച അഭിലാഷ് വളരെ സൈലൻ്റ് ആയിരുന്നു. അഭിലാഷിനെ ആരും നോമിനേറ്റ് ചെയ്തു പോലുമില്ല. ഈ ആഴ്ചയിലും അങ്ങനെ ആരും ഒരാൾ പോലും നോമിനേറ്റ് ചെയ്തില്ല. അതായത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടി ഒരു ഇനാക്റ്റീവായിട്ട് സേഫ് ഗെയിം കളിക്കുന്ന രീതിയിലാണ് അഭിലാഷ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്. അപ്പോൾ അഭിലാഷിൻ്റേതായിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീട്ടുകാരുടെ കാര്യം ഓർക്കാറുണ്ട്, ഭാര്യയുടെ ഫേസ് വരെ ഞാൻ മറന്നുപോയി, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പലരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവരും മറന്നുപോയി എന്ന്. ഗെയിമിൻ്റെ അത് ചിലപ്പോൾ ഇതായിരിക്കാം. പിന്നെ എന്നോട് ഇവരെല്ലാം ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ഇറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ എൻ്റെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നവരോട് എനിക്ക് തിരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ബിഗ് ബോസ് എൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചപ്പലിട്ട് നടന്നിട്ടില്ല. എനിക്ക് രണ്ട് സോക്സ് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ അഭിലാഷ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ബിഗ് ബോസ് അഭിലാഷിന് സോക്സ് കൊടുക്കുമായിരിക്കും. എന്തായാലും ബിഗ് ബോസ് എക്സ്പെക്റ്റ് ചെയ്ത അഭിലാഷ് അല്ല ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് എന്ന് അഭിലാഷിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഗെയിം മാറ്റി പിടിക്കാമെന്നും അഭിലാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ആഴ്ച അഭിലാഷിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.